ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ചാവക്കാടുള്ള ഒരു 100 വർഷം പഴക്കമുള്ള ഒരു മനയിലാണ്. അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചാവക്കാട് വേറൊരു പരിപാടിക്ക് വേണ്ടി വന്നപ്പോഴേക്കും ഇവിടെയാണ് അക്കോമഡേഷൻ എടുത്തത്. സ്ഥലമുണ്ടല്ലോ, ആംബിയൻസ് എൻ്റെ പൊന്നൊരു രക്ഷയില്ല. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ 100 വർഷം പഴക്കമുള്ള മന, മേലേപ്പുറം. അതാണ് ഈ മനയുടെ പേര്. ഒരു രക്ഷയില്ലട്ടാ, ഒരു ഹെറിറ്റേജ് ഹോം. ഇതിൻ്റെ ഓണേഴ്സ് ഇതിൻ്റെ അടിയിൽ തന്നെ താമസിക്കുന്നത്. നമുക്ക് മേളിലാണ് റൂമുള്ളത്. പ്രോപ്പർട്ടി നോക്കാം. അവിടെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. പിന്നെ ഈ പ്രോപ്പർട്ടികളിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു അമ്പലമുണ്ട്. ഈ കാണുന്ന അമ്പലം അവരുടെയാണ്. ഇതേയുള്ളൊരു ഓപ്പൺ സ്പേസ്. ഇവിടെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന റൂം. ആ റൂമും ഈ ഒരു റൂമും, ഈ 2 റൂമേ ആകെ ഇവിടെ ഉള്ളു. ബാക്കി വേറൊരു റൂം ഇവിടെ ഹോം സ്റ്റേ കൊടുക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അമ്പലം. അമ്പലത്തിൻ്റെ പുറകിലൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നതെന്നറിയില്ല. ഇതിലേക്ക് ചെറിയ വഴിയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. വന്ന് എത്തിയേ ഉള്ളൂ. അതാണ് നമ്മുടെ എൻട്രി. ചാവക്കാട് നിന്ന് ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളു നമുക്ക് ഈ സ്ഥലത്തേക്ക്. ഇതവരുടെ അപ്കമിങ് പ്രോപ്പർട്ടിയാണ്. സെയിം ഇതേ മനയുടെ തീമിലാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്രയും വലിയ സൈസൊന്നുമില്ല. അതേ തീമിലാണ് ഇവിടെ ചെയ്യുന്നത്. വിത്തിൻ ഒരു 6 months അത് റണ്ണിങ് ആവുമെന്നാണ് പറഞ്ഞത്.
ഇത് ഓൾറെഡി അവരുടെ 100 വർഷം പഴക്കമുള്ള ഒരു മന. അടിയിൽ ഓണേഴ്സാണ് താമസിക്കുന്നത്. മേളിൽ ആ കോർണറിൽ കാണുന്ന 2 റൂമേ ഇവിടെ റെന്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ അതേ കുറേ പൂന്തോപ്പും കൃഷി കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും ആംബിയൻസ് ഒരു രക്ഷയില്ല ഇവിടുത്തെ. ഇടയ്ക്ക് നമ്മുടെ ഈ സൈഡിൽ വലിയൊരു പറമ്പാണ്. അവിടെ നിന്ന് മയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. മയിലിൻ്റെ സൗണ്ട് കേട്ടത് കൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കിയില്ല. കാരണം മയിലുണ്ടെങ്കിൽ പാമ്പും ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ ഒന്ന് പുറത്തേക്കൊക്കെ പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പുറത്തേക്ക് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിന്നർ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് നമുക്ക് പുറത്തേക്ക് പോകണം. ആ ഒരു കുറവ് മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8:30. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണല്ലേ? നല്ല പിള്ളേരല്ലേ അമ്മ? പിന്നെ കൊക്കോമേലൊന്നും കാണൂല. എന്ത് കൊക്കോമേലം കാണൂല? അയ്യേ, എന്താണ് ഈ കൊച്ചു കാണിക്കണത്? നമുക്ക് മേളിലേക്ക് കയറാം. കമോൺ ഗൈസ്, നമ്മൾ മേളിലേക്ക് പോകുകയാണ് ഗൈസ്. ഗൈസ് നമ്മളത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഗൈസ്. കൊക്കോമേലം കാണാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഗൈസ്. ഇല്ലേ? നമ്മൾ നല്ല പിള്ളേരല്ലേ ഗൈസ്? അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. മിലു കൊക്കോമേലൊന്നുമില്ല. നോ കൊക്കോമേൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി ആൻഡ് സം പഴം പുഴുങ്ങിയത്, പിന്നെ കാപ്പി, നിന്നെ മോക്ക് പാല്. ഓക്കെ. നേരെ തറവാടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. തറവാട്ടിലെ ആരൊക്കെയോ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചത് ഇവിടെ അടുത്തൊരു ഷവായ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഷവായൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതാണ്. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അമ്മ ഇന്നലെ എന്തൊക്കെ കഴിച്ചത്? ഇന്നലെ എന്തൊക്കെ കഴിച്ചത്? ചപ്പാത്തിയും പുട്ടുംപഴോ? അതെപ്പോ കഴിച്ചു പുട്ടുംപഴോ? ഇനിയിപ്പ പുട്ടുംപഴമൊന്നുമില്ല, ഇപ്പൊ ഇഡ്ഡലിയാണ്. പുട്ടുംപഴവുമാണ്. നമ്മ ചപ്പാത്തിയും ഇന്നലെ ചിക്കനാ കഴിച്ചത്. ഏതാ താൻ കഴിച്ചില്ലേ ചിക്കൻ? ഇന്നലെ രാത്രി. ഏത് രാത്രിയാ? ഇന്നലെ ഇവിടെ ഭാർഗവി നിലയം പോലെ ഇരുന്നു. വെട്ടമൊന്നുമില്ലായിരുന്നു. ചെറിയൊരു ആംബിയൻസ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. കളിക്കാം. So how is the breakfast? சொல்லுங்க மேடம். நீங்க அண்ட் சொல்லுங்க. How is the breakfast? Okay. Chef, how is the breakfast? ബിഗ് കാക്ക. ഞാനാണ് ഇവിടെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ആള്. ഫുഡ് കഴിക്കുവേ എപ്പാ? അമ്മ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഇറങ്ങാനുള്ള പരിപാടി. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഫോട്ടോഷൂട്ട് പരിപാടി പോലെ. ഫോട്ടോഷൂട്ട് എന്നല്ല, ചുമ്മാ മൊബൈൽ ഫോട്ടോഗ്രാഫി. അപ്പോൾ എല്ലാവരും ലേഡീസൊക്കെ സാരിയൊക്കെ കൊടുത്ത് സെറ്റായി. ഞാൻ എന്തേ ഷർട്ടും മുണ്ടും, നിതിനും ഷർട്ടും മുണ്ടും, നിന ഒരു കസവിൻ്റെ ഒരു ഡ്രസ്സ്. അപ്പോൾ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്തായിരുന്നു പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്? നമുക്ക് ഇവർ ഓൺലൈനിൽ എനിക്ക് കാണിച്ചത് 5800 ആയിരുന്നു. ഏതിലായിരുന്നു? booking.com ഏതോ ഒരു സംഭവത്തിൽ 5800 കാണിച്ചത്. ഞാനിപ്പോൾ ഡയറക്റ്റ് വിളിച്ചാണ് ബുക്ക് ചെയ്തത്. ഡയറക്റ്റ് വിളിച്ചപ്പോഴേക്കും 5000 റുപ്പീസ് പെർ റൂമിന്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് മേലേപ്പുറം.
മേലേപ്പറമ്പ് ഹോം സ്റ്റേ എന്നാണ് ഓൺലൈനിൽ കിടക്കുന്നത്. പിന്നെന്തായിരുന്നു, ചാവക്കാടാണ് ഈ സ്ഥലം. അത്രയൊക്കെ ഉള്ളു പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്. ഒരു 100 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ലേഡീസ് സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണ് റെഡി ആയിട്ടുണ്ട്. കമോൺ കമോൺ ഗൈസ്. നോ കമോൺ ഗൈസ് ആണോ? ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞേ, എങ്ങനെയുണ്ട് ഡ്രസ് എടുത്തിട്ട്? നല്ല വിശേഷം ഉണ്ടോ? എന്ത് വിശേഷമാണുള്ളത്? നല്ല വിശേഷം ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് ഈ സ്ഥലമൊക്കെ? നല്ല സ്ഥലമാണല്ലേ? ഇനി വരുമോ നമ്മിങ്ങാട്? വരുമല്ലേ? ഓക്കെ. എല്ലാവരുടെതും നല്ല വിശേഷമാണെന്ന് പറഞ്ഞേക്ക്. അത് ആടല്ലടാ, അത് പശുവാണ്. പശുവിടെ പാപ്പം കഴിക്കണം. പുല്ല്. എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിലേക്ക് മാറി വീഡിയോ ഷൂട്ട് പരിപാടിയൊക്കെ തുടങ്ങി. നീനെ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യട്ടാ. ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിനെ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യട്ടാ. കുഞ്ഞിപ്പെണ്ണിനോട് തൂങ്ങിയിരുന്നേ. കുഞ്ഞിപ്പെണ്ണിനെ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യും. അപ്പോൾ ഫോട്ടോഷൂട്ട് പരിപാടി തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് മേലേപ്പുര തറവാടിൻ്റെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.